എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് നിലവിലെ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും താമരക്കുളം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ഷൈജിമോൾ ടീച്ചർ. താമരക്കുളം ഡിവിഷനിൽ വിജയം പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുന്നുവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം ജനപ്രതിനിധി എന്ന നിലയിൽ താമരക്കുളം ഡിവിഷന്റെ വികസനത്തിനായി ഏറെ കാര്യങ്ങൾ ചെയ്യാനായി. ഡിവിഷനിൽ വികസന നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ നഗരസഭയുടെ വികസന നേട്ടങ്ങൾ വോട്ടായില്ല. സംസ്ഥാന തലത്തിലുണ്ടായ ഒരു UDF തരംഗം നിലമ്പൂർ നഗരസഭയിലുമുണ്ടായി. ജനവിധി മാനിച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത്. സജീവമായി രാഷ്ട്രീയ രംഗത്തും ഉണ്ടാവില്ല, എന്നാൽ പൊതുരംഗത്ത് നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്നു എന്ന് ഇതിന് അർത്ഥമില്ലെന്നും ഷൈജിമോൾ ടീച്ചർ പറയുന്നു. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ വളരെ തിരക്കേറിയ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു മുന്നോട്ട് ഇനി വേണ്ട ഒരു വിശ്രമം ആവശ്യമാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് വാർഡിൽ നിന്നുള്ള എല്ലാവരുടെയും സ്നേഹപൂർണ്ണമായ അഭ്യർത്ഥനയും പാർട്ടിയുടെ നിർബന്ധവും വന്നപ്പോൾ ഞാൻ മത്സരിച്ചതാണ്. അപ്പോൾ ആ മത്സരിച്ചതിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഞാൻ 100% പ്രതീക്ഷിച്ചിരുന്നു ജയിക്കുമെന്ന്. ആ ഒരു വിജയം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു അംഗീകാരം കിട്ടിയില്ല. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ജനങ്ങളുടെ വിധി നമ്മൾ അംഗീകരിക്കുന്നു, ജനവിധി. അപ്പോൾ ഇനി തുടർന്ന് പൊതുപ്രവർത്തനത്തിൽ അതിന് വലിയ പ്രസക്തിയില്ല. നമ്മൾ വികസനത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ വാർഡിൽ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ വാർഡിൽ അങ്ങനെയൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങൾ തന്നെ ഇല്ല. ആ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് പിൻവാങ്ങാൻ സമയമായി എന്നാണ്. അതാണ് ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുദ്ദേശിച്ചത്. LDFന് ലഭിക്കേണ്ട വോട്ടുകൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. താമരക്കുളത്ത് വോട്ട് ചോർച്ച പരാജയ കാരണമായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. പാർട്ടിയും ഡിവിഷനിലെ വോട്ടർമാരും ആവശ്യപ്പെട്ടതിനാലാണ് വീണ്ടും മത്സരിച്ചത്. തുടങ്ങിവെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. സർവീസ് സംഘടന രാഷ്ട്രീയത്തിലാണ് മുൻപ് പ്രവർത്തിച്ചിരുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതിനും ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞ 5 വർഷം കൊണ്ടായി എന്നത് നേട്ടമായി കാണുന്നുവെന്നും എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന ഉറച്ച തീരുമാനമാണെന്നും അവർ പറഞ്ഞു. എ+ വിഷൻ നിലമ്പൂർ. 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് അറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. 1/2 ലക്ഷം രൂപ വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ.